Hello, dear students. Good morning and welcome back to our class Business Regulations. We were discussing about capacity of parties. As we discussed, in order to enter into a valid contract, the parties must be competent. Okay. Every person is legally competent to contract if he fulfills three conditions or possesses three qualifications. That is, he has attained the age of majority, he is of sound mind, and he is not disqualified from contracting by any other law. സോ നമുക്കറിയാം, ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിലെ പാർട്ടീസ് കോമ്പിറ്റൻ്റ് ആയിരിക്കണം. ഓക്കെ, മൂന്ന് ക്വാളിഫിക്കേഷനുള്ള ആളുകളാണ് നമ്മൾ കോമ്പിറ്റൻ്റ് ആണെന്ന് പറയാം. ഒന്ന്, ഹി ഹാസ് അറ്റൈൻഡ് ദി ഏജ് ഓഫ് മെജോറിറ്റി. ഓക്കെ, പ്രായപൂർത്തി ആയിരിക്കണം. മറ്റൊന്ന്, ഹി ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. ഓക്കെ, ഒരു സൗണ്ട് മൈൻഡുള്ള ആളായിരിക്കണം. ദെൻ ഹീ ഈസ് നോട്ട് ഡിസ്ക്വാളിഫൈഡ് ഫ്രം എനി അതർ ലോ. ഓക്കെ, മറ്റേതെങ്കിലും നിയമത്താൽ ഡിസ്ക്വാളിഫൈഡ് ആവാത്ത ആളായിരിക്കണം. ഓക്കെ, സോ ദർ ആർ ത്രീ ഡിസ്ക്വാളിഫിക്കേഷൻസ്. ഓക്കെ, അല്ലെങ്കിൽ ത്രീ കാറ്റഗറി ഓഫ് പീപ്പിൾ ആർ ഡിസ്ക്വാളിഫൈഡ്. ദറ്റ് ഈസ് മൈനേഴ്സ്, പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ആൻഡ് പേഴ്സൺ ഡിസ്ക്വാളിഫൈഡ് ബൈ എനി അതർ ലോ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് കാറ്റഗറി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഓക്കെ, വി ഹാവ് ഡിസ്കസ്ഡ് അബൌട്ട് മൈനേഴ്സ്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് പേഴ്സൺസ് ഓഫ് അൺസൗണ്ട് മൈൻഡ്. ഓക്കെ, ഒരു അൺസൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ആൾക്കും ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, അക്കോർഡിംഗ് ടു സെക്ഷൻ 12 ഓഫ് ദി ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ഡിഫൈൻസ് ദി ടേം സൗണ്ട് മൈൻഡ് ആസ് ഫോളോസ്. എ പേഴ്സൺ ഈസ് സെഡ് ടു ബി സൗണ്ട് മൈൻഡ് ഫോർ ദി പർപ്പസ് ഓഫ് മേക്കിംഗ് എ കോൺട്രാക്ട് if at the time when he makes it he is capable of understanding it and of forming a rational judgment as to its effects upon his interest. ഓക്കെ, സോ അയാൾ സൗണ്ട് മൈൻഡ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് എന്താണ് കാര്യങ്ങളെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഒരു റേഷണൽ ജഡ്ജ്മെൻറ്റ് നടത്താനുള്ള ക്യാപ്പബിലിറ്റിയും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള ക്യാപ്പബിലിറ്റി ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും കൃത്യമായിട്ട് ജഡ്ജ്മെൻറ്റ് നടത്താനും കഴിയാത്ത അവസ്ഥ. ഓക്കെ, അപ്പോഴാണ് നമ്മൾ അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുന്നത്. ദസ് ഇഡിയറ്റ്സ്, ലുനാറ്റിക് ആൻഡ് ഡ്രങ്കാർഡ്സ് ആർ നോട്ട് കൺസിഡേർഡ് ടു ബി എ പേഴ്സൺ ഓഫ് സൗണ്ട് മൈൻഡ്. ഓക്കെ, സോ മൂന്ന് തരത്തിലുള്ള ആളുകളെയാണ് നമ്മൾ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡായിട്ട് കണക്കാക്കുന്നത്. ഇഡിയറ്റ്സ്, ലുനാറ്റിക് ആൻഡ് ഡ്രങ്കാർഡ്സ്. ഓക്കെ, ഒന്ന് ഇഡിയറ്റ്സ്. ഇഡിയറ്റ്സ് എന്ന് പറഞ്ഞാൽ ജന്മന ബുദ്ധിമാന്യമുള്ള ആളുകളാണ്, അല്ലെങ്കിൽ ബുദ്ധി വളർച്ചയില്ലാത്ത ആളുകളെയാണ് നമ്മൾ ഇഡിയറ്റ്സ് എന്ന് പറയുന്നത്. ദെൻ ലുനാറ്റിലേക്ക് വരുമ്പോൾ, ലുനാറ്റിക് എന്ന് പറയുമ്പോൾ സാധാരണ അവർ നോർമൽ പീപ്പിൾ ആയിരിക്കും, പക്ഷേ എന്തെങ്കിലും മെൻ്റൽ സ്ട്രെയിൻ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള ഷോക്ക് കൊണ്ടൊക്കെ ചില സമയങ്ങളിൽ ഒരു മാനസിക വിഭ്രാന്തി അനുഭവപ്പെടുന്ന ആളുകളെയാണ് നമ്മൾ ലുനാറ്റിക് എന്ന് വിളിക്കുന്നത്. ഓക്കെ, മറ്റൊന്ന് ഡ്രങ്കാർഡ്സ് ആണ്, മദ്യപാനികൾ. ഓക്കെ, മദ്യപാനികൾ നമുക്കറിയാം, അവർ മദ്യപിച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്ഥിരകാലബോധം നഷ്ടപ്പെടാറുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു അവസ്ഥയിലും അവരെ നമുക്ക് അൺസൗണ്ട് മൈൻഡാണെന്ന് വിളിക്കാം. ഓക്കെ, എ പേഴ്സൺ ഹു ഈസ് യൂഷ്വലി ഓഫ് അൺസൗണ്ട് മൈൻഡ് ബട്ട് ഒക്കേഷണലി ഓഫ് സൗണ്ട് മൈൻഡ് ക്യാൻ മേക്ക് എ കോൺട്രാക്ട് വെൻ ഹീ ഈസ് ഓഫ് സൗണ്ട് മൈൻഡ്. Similarly, a person who is usually of sound mind but occasionally of unsound mind may not make a contract when he is of unsound mind. ഓക്കെ, സോ സാധാരണയായിട്ട് അൺസൗണ്ട് മൈൻഡിലാണെങ്കിൽ കൂടി ചില സമയങ്ങളിൽ സൗണ്ട് മൈൻഡിലേക്ക് വരുന്ന ആളുകളുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോൾ ലുനാറ്റിക്കായിട്ടുള്ള ആളുകൾക്ക് എങ്ങനെയാണ്, ചില സമയത്ത് അവർക്ക് ബുദ്ധി ഉണ്ടായിരിക്കില്ല, ചില സമയത്ത് അവർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ സൗണ്ട് മൈൻഡിലായിരിക്കുന്ന സമയത്ത് അവർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെയാണ് നോർമലി സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള ഒരാൾ ചില സമയങ്ങളിൽ അൺസൗണ്ട് മൈൻഡ് ആവാറുണ്ട്. ഓക്കെ, മദ്യപാനികളുടെ കേസ് എടുത്താൽ മതി. മദ്യപിക്കാത്ത സമയത്ത് അവർക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ല, അവർക്ക് റാഷണൽ ജഡ്ജ്മെൻറ്റ് നടത്താനൊക്കെ സാധിക്കും. പക്ഷെ മദ്യപിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് ബുദ്ധി നഷ്ടപ്പെടും, ജഡ്ജ്മെൻറ്റ് നടത്താനൊന്നും കഴിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അവർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വൺ ഇഡിയറ്റ് ആണ്. A person whose mental powers are fully absent caused by lack of development of the brain are known as idiot. ഓക്കെ, സോ തലച്ചോറിൻ്റെ വളർച്ചക്കുറവ് കൊണ്ട് മെൻ്റൽ പവേഴ്സ് ഇല്ലാത്ത ആളുകളെയാണ് നമ്മൾ ഇഡിയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ എഗ്രിമെൻറ്റ്സ് അതർ ദാൻ ദോസ് ഫോർ നെസസിറ്റീസ് ഓഫ് ലൈഫ് വിത്ത് ഇഡിയറ്റ്സ് ആർ വോയിഡ്. ഓക്കെ, സോ ഇഡിയറ്റുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് വോയിഡ് ആയിരിക്കും. ഓക്കെ,
എക്സെപ്റ്റ് ദി കോൺട്രാക്ട് ഫോർ ദി നെസസിറ്റീസ്. ഓക്കെ, നമ്മൾ അവരെ പരിചാരിക്കുന്നത് വേണ്ടിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കുന്നതിന് അല്ലെങ്കിൽ അവർക്ക് മരുന്നെത്തിക്കുന്നതിനെ വേണ്ടിയിട്ട് എന്തെങ്കിലും കോൺട്രാക്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റുകൾ വാലിഡ് ആയിരിക്കും. ഓക്കെ, അതിന് നമുക്ക് എന്തെങ്കിലും ക്യാഷ് ചിലവായിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അവരുടെ പ്രോപ്പർട്ടിയിൽ നിന്നും കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലെയിം ചെയ്യാം. ഓക്കെ, മറ്റുള്ള കോൺട്രാക്റ്റുകളൊക്കെ ഇൻവാലിഡ് ആയിരിക്കും. മറ്റൊന്ന് ലുനാറ്റിക് ആണ്. എ ലുനാറ്റിക് ഈസ് എ പേഴ്സൺ ഹു ഈസ് മെൻ്റലി ഡിസോർഡേഡ് ഡ്യൂ ടു സം മെൻ്റൽ സ്ട്രെയിൻ ഓർ അതർ പേഴ്സണൽ എക്സ്പീരിയൻസ് ഓർ ഷോക്ക് ബട്ട് ഹു ഹാസ് സം ലൂസിഡ് ഇൻ്റർവെൽ ഓഫ് സോൺ മൈൻഡ്. ഓക്കെ, എന്തെങ്കിലും മെൻ്റൽ സ്ട്രോക്ക് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻറ്റ് കൊണ്ടൊക്കെ ബുദ്ധി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആളുകളെയാണ് നമ്മൾ ലുനാറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, അവർ മുഴുവൻ സമയം അവർക്ക് ബുദ്ധിയുടെ പ്രശ്നം ഉണ്ടായിരിക്കില്ല. ചില സമയത്ത് അവർക്ക് നോർമലായിരിക്കും, ചില സമയത്തായിരിക്കും അവർക്ക് ബുദ്ധിസ്ഥിരത നഷ്ടപ്പെടുന്നത്. ഓക്കെ, എ ലുനാറ്റിക് ഈസ് നോട്ട് ലയബിൾ ഫോർ എഗ്രിമെൻറ്റ്സ് എൻറ്റേർഡ് ഇൻ ടു ഡ്യൂറിങ് ദി പീരിയഡ് ഓഫ് മാഡ്നസ്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ മാഡ്നസ് ആയിരിക്കുന്ന പീരിയഡിലാണ് അവർ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത്തരം കോൺട്രാക്റ്റിൽ അവർക്ക് യാതൊരു തരത്തിലുള്ള ലയബിലിറ്റീസും ഉണ്ടായിരിക്കില്ല. ഓക്കെ, മറ്റൊന്ന് ഡ്രങ്കൺ ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ. ദി പൊസിഷൻ ഓഫ് ഡ്രങ്കാർഡ് ഓർ ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ലുനാറ്റിക്. ആൻ എഗ്രിമെൻറ്റ് ബൈ ഡ്രങ്കൺ പേഴ്സൺ ഈസ് വോയിഡ്. ഓക്കെ, സോ ലുനാറ്റിക്കിൻ്റെ കേസ് പോലെ തന്നെയാണ്. അവർക്ക് ബുദ്ധിസ്ഥിരതയുള്ള സമയത്താണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് വാലിഡ് ആയിരിക്കും. മറിച്ച് ബുദ്ധി ഇല്ലാത്ത സമയത്താണ്, അവർ മദ്യപിച്ചിരിക്കുന്ന സമയത്താണ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അത് ഇൻവാലിഡ് ആയിരിക്കും. ഓക്കെ, സോ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് എന്ന് പറയുമ്പോൾ 3 കാറ്റഗറി ഓഫ് പീപ്പിൾ ആണ്: ഇഡിയറ്റ്, ലുനാറ്റിക്, ദെൻ ഡ്രങ്കൺ. ഓക്കെ, ഇഡിയറ്റിന് ഒരിക്കലും ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ലുനാറ്റിക്കിൽ പീരിയഡ് ഓഫ് ലൂസിഡിറ്റിയിലാണെങ്കിൽ ആൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, അതായത് നോർമലായിട്ടുള്ള സമയത്ത് ആൾക്ക് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കും. എന്നാൽ പീരിയഡ് ഓഫ് മാഡ്നസ്സിൽ ഹി കനോട്ട് എൻ്റർ ഇൻ ടു എ കോൺട്രാക്റ്റ്. ഓക്കെ, അതുപോലെ തന്നെയാണ് ഡ്രങ്കാർഡിൻ്റെ കേസ് വരുന്നത്. ഹി ക്യാൻ എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട് വെൻ ഹി ഈസ് നോർമൽ. ഓക്കെ, ദെൻ ഹി കനോട്ട് എൻ്റർ ഇൻ ടു കോൺട്രാക്ട് ഇൻ ദി പീരിയഡ് ഓഫ് ഡ്രങ്കഡ്നെസ്. ഓക്കെ, ദെൻ മറ്റൊരു ഡിസ്ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പേഴ്സൺസ് ഡിസ്ക്വാളിഫൈഡ് ബൈ അതർ ലോസ് ആണ്. ഓക്കെ, വേറെ ഏതെങ്കിലും നിയമത്താൽ ഡിസ്ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ. ഓക്കെ, അതിലൊരു 6 കാറ്റഗറി ഓഫ് പീപ്പിൾ വരുന്നുണ്ട്: ഏലിയൻ എനിമി, ഫോറിൻ സോവറിൻ ആൻഡ് അംബാസഡേഴ്സ്, കൺവിക്റ്റ്, ഇൻസോൾവെൻറ്റ്, കോർപ്പറേഷൻസ് ആൻഡ് കമ്പനീസ് ആൻഡ് മാരീഡ് വുമൺ. സോ അതിൽ ഫസ്റ്റ് വരുന്നത് ഏലിയൻ എനിമി. An alien is a person who is not a citizen of India. He may be either an alien friend or an alien enemy. If the country of the alien is at peace with the Republic of India, he is an alien friend, and if a war is declared between the two countries, he is termed as alien enemy. Okay, സോ ഏലിയൻ എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യത്തുള്ള ഒരാളെയാണ് നമ്മൾ, അല്ലെങ്കിൽ വിദേശ പൗരനെയാണ് നമ്മൾ ഏലിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇന്ത്യൻ പൗരത്വം ഇല്ലാത്ത ഒരാളെയാണ് നമ്മൾ ഏലിയൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അയാൾ ഏലിയൻ ഫ്രണ്ടോ ഏലിയൻ എനിമിയോ ആയിരിക്കാം. അതായത് ഇന്ത്യയുമായിട്ട് ആ രാജ്യം സമാധാനത്തിലാണ്, പ്രശ്നങ്ങളൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏലിയൻ ഫ്രണ്ട് എന്ന് വിളിക്കാം. മറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള യുദ്ധങ്ങളോ അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ, ഒരു യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ രാജ്യം നമ്മുടെ ശത്രു രാജ്യമായി. ഓക്കെ, അപ്പോൾ ആ രാജ്യത്തു നിന്നുള്ള ആളെ നമ്മൾ ഏലിയൻ എനിമി എന്നാണ് വിളിക്കുക. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരാളുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഓക്കെ, ഉദാഹരണമായിട്ട് പാകിസ്ഥാനിലുള്ള ഒരു വ്യക്തി, അയാളുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജ്യവും പാകിസ്ഥാനുമായിട്ട് ഒരു യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അയാൾ ഏലിയൻ എനിമിയായി മാറി, ആ വ്യക്തി ഏലിയൻ എനിമിയായി മാറി. അപ്പോൾ പിന്നെ അയാളുമായിട്ട് നമുക്കൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കില്ല. ഓക്കെ, ദെൻ നമ്മൾ ഓൾറെഡി ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് വിചാരിക്കുക. യുദ്ധം പ്രഖ്യാപിക്കുന്നതിന് മുന്നെയാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിനുശേഷം യുദ്ധം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദെൻ ആ കോൺട്രാക്റ്റ് നമുക്ക് സസ്പെൻഡ് ചെയ്യാനും സാധിക്കും. ഓക്കെ, മറ്റൊന്ന് ഫോറിൻ സോവറിൻ ആൻഡ് അംബാസഡേഴ്സ്. ഫോറിൻ സോവറിൻ ആൻഡ് അംബാസഡേഴ്സ് ക്യാൻ എൻ്റർ ഇൻ ടു കോൺട്രാക്ട് ബട്ട് എ സ്യൂട്ട് കനോട്ട് ബി ഫയൽഡ് അഗെയിൻസ്റ്റ് ദം ഇൻ ദി ഇന്ത്യൻ കോർട്സ് വിത്തൗട്ട് ദി പ്രയർ സാങ്ഷൻ ഓഫ് സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, they are in privileged position as they can sue others to enforce the contract entered into upon with them, but they cannot be sued without obtaining the prior sanction of the central government. Okay, so alien enemies എന്ന് പറഞ്ഞാൽ ഫോറിൻ സോവറിൻസ് അല്ലെങ്കിൽ അംബാസഡർ. ഫോറിൻ സോവറിൻസ് എന്ന് പറയുമ്പോൾ വിദേശ രാജ്യത്തെ ഭരണാധികാരികളൊക്കെ. ഓക്കെ, അല്ലെങ്കിൽ അംബാസഡേഴ്സ്.
അവരുമായിട്ട് നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടാക്കാം. പക്ഷെ എന്താ വെച്ചാൽ അവർക്കെതിരെ നമുക്ക് കോർട്ടിൽ പോയിട്ട് ഒരു കേസ് കൊടുക്കാനോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച ഉണ്ടാകുന്ന സമയത്ത് ക്ലെയിം ചെയ്യാനൊന്നും നമുക്ക് അവകാശം ഉണ്ടായിരിക്കില്ല. ഓക്കെ, അങ്ങനെ നമുക്ക് സ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ, കേസ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് പ്രയർ പെർമിഷൻ കിട്ടണം. ഓക്കെ, എന്നാൽ അവരുടെ കേസോ, അവർക്ക് നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ നമുക്കെതിരെ നിയമ നടപടികൾ അവർക്ക് സിമ്പിളായിട്ട് എടുക്കാം. ഓക്കെ, അവർക്കെതിരെ നിയമ നടപടികൾ എടുക്കണമെന്നുണ്ടെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രിയർ പെർമിഷൻ കിട്ടണം. ഓക്കെ, അതുകൊണ്ട് തന്നെ അവരൊരു പ്രിവിലേജ്ഡ് പൊസിഷനിലാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, മറ്റൊന്ന് കൺവിക്റ്റാണ്. ഓക്കെ, എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ അയാൾക്കെതിരെ എന്തെങ്കിലും കേസ് നടക്കുന്നുണ്ടെങ്കിൽ അയാൾക്കും ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. എ കൺവിക്റ്റ് ഈസ് എ പേഴ്സൺ ഹു ഈസ് സെൻറ്റൻസ്ഡ് ടു ഡെത്ത് സെൻറ്റൻസ് ഓർ ഇംപ്രിസൺമെൻറ്റ്. എ കൺവിക്റ്റ് cannot enter into a contract while he is undergoing imprisonment. This inability comes to an end on the expiration of the period of imprisonment. ഓക്കെ, സോ അയാൾ കുറ്റവിമുക്തനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജയിൽ മോചിതനായി കഴിഞ്ഞാൽ അയാൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, ആ ഒരു പീരിയഡിൽ അവർ കേസ് നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അയാൾ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് അയാൾക്ക് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, മറ്റൊന്ന് ഇൻസോൾവൻ്റ് ആണ്. ഓക്കെ, ഇൻസോൾവൻസി എന്താണെന്നുള്ളത് നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ അക്കൗണ്ടൻസിയിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഒരാൾക്ക് ഒരുപാട് കടങ്ങൾ വരികയാണ്, ദെൻ ആ കടങ്ങളൊന്നും അയാൾക്ക് വീട്ടാൻ കഴിയില്ല എന്ന് കോടതി മനസ്സിലാക്കി കഴിഞ്ഞാൽ അയാളെ ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിക്കും, അതായത് പാപ്പരായിട്ട് പ്രഖ്യാപിക്കും. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ ഇൻസോൾവൻ്റ് ആയിട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് അയാളുടെ കയ്യിൽ എന്തെങ്കിലും സ്വത്തോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് കോടതി നിശ്ചയിക്കുന്ന ഒരു റിസീവറായിരിക്കും കൈകാര്യം ചെയ്യുക. ഓക്കെ, അപ്പോൾ അത്തരം ആളുകൾക്ക് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ സാധിക്കില്ല. When a person is adjudged as an insolvent, his property vests in the official receiver or assignee and thereby cannot enter into a valid contract. Okay, this inability comes to an end after he is discharged. Okay, so അയാളെ ഇൻസോൾവൻസിയിൽ നിന്നും ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ then he can enter into a contract. Okay, മറ്റൊന്ന് കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ ഓർ കമ്പനീസ്. Contractual capacity of corporation is stated by object clause of its memorandum. Any contract done in excess of power given is ultra vires and hence void. ഓക്കെ, സോ നമുക്കറിയാം ഒരു കോർപ്പറേഷൻ്റെ കേസിൽ അവരൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് അവരുടെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അനുസരിച്ചിട്ടായിരിക്കണം. ഓക്കെ, പത്രത്തിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ അനുസരിച്ചിട്ടല്ല ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വോയിഡ് ആയിരിക്കും. ഓക്കെ, അതിന് യാതൊരു തരത്തിലുള്ള വാലിഡിറ്റിയും ഉണ്ടായിരിക്കില്ല. മറ്റൊരു കേസ് മാരീഡ് വുമൺ ആണ്. ഓക്കെ, മാരീഡ് വുമൺ എങ്ങനെയാണ് ഡിസ്ക്വാളിഫൈഡ് ആവുന്നത് വെച്ചാൽ, മാരീഡ് വുമണ് അവരുടെ സ്വന്തം പ്രോപ്പർട്ടി വെച്ചിട്ട് ആൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. ഓക്കെ, സ്വന്തം പ്രോപ്പർട്ടിയുടെ പുറത്താണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് ചെയ്യാം. മറിച്ച് ഹസ്ബൻഡിൻ്റെ പ്രോപ്പർട്ടിയുടെ പേരിൽ അയാൾക്ക് ഒരു കോൺട്രാക്റ്റ് എൻ്ററിൽ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, married women are capable to enter into a contract with respect of their own properties and not with husband's properties. Okay, so these are the persons who are disqualified by other laws. Okay, അതിൽ നമുക്കറിയാം ഏലിയൻ എനിമിയുടെ കേസിലും ഫോറിൻ സോവറിൻ്റെ കേസിലും നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടാക്കാം. ഓക്കെ, ബട്ട് വി നീഡ് പ്രയർ പെർമിഷൻ ഫ്രം ദി സെൻട്രൽ ഗവൺമെൻറ്. ഓക്കെ, ദെൻ കൺവിക്റ്റുമായിട്ട് നമുക്ക് എപ്പോഴാണ് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കുക? അയാൾ ഡിസ്ചാർജ് ചെയ്യപ്പെട്ടാൽ അല്ലെങ്കിൽ അയാൾ കുറ്റവിമുക്തനായി കഴിഞ്ഞാൽ നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെയാണ് ഇൻസോൾവൻ്റ് കേസിൽ അയാൾ ഇൻസോൾവൻ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ പറ്റില്ല, പക്ഷേ അയാൾ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അയാളുമായിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കും. ദെൻ കോർപ്പറേഷൻ ഓർ കമ്പനീസ്, അതിൻ്റെ കേസിൽ നമുക്ക് കോൺട്രാക്റ്റ് ഉണ്ടാക്കാം, ബട്ട് ആസ് പെർ ദി മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതുപോലെ തന്നെയാണ് മാരീഡ് വുമൻ്റെ കേസിൽ സ്വന്തം പ്രോപ്പർട്ടി വെച്ചിട്ടാണ് കോൺട്രാക്റ്റ് ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കത് വാലിഡായിട്ട് കണക്കാക്കാം. ഓക്കെ, സോ ഒന്ന് നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക് യു.